സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ പക്ഷിയോട് പറഞ്ഞു, സനൻളുറു, വഴിയെ നാം ഒന്ന് പരിശോധിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നളറ എന്ന് പറഞ്ഞാൽ നോക്കി, കേവലം കണ്ണുകൊണ്ടുള്ള നോട്ടത്തിനും നളറ എന്ന് പറയും. ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറയുന്നതിനും എന്തു പറയും? നളറ പ്രയോഗിക്കും. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമായി കൈഫ റുഫിഅത് എന്നൊക്കെ പറഞ്ഞിടത്ത് കേവലം കണ്ണുകൊണ്ടുള്ളൊരു നോട്ടം മാത്രമല്ല, ഒരു ഉൾക്കാഴ്ചയും ചിന്തയും ഒരു സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയാണ് സ നൻളുറു, ശേഷം ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ഈ സീൻ പ്രയോഗിക്കുന്നത് വഴിയെ ഞാൻ പറഞ്ഞപ്പോഴൊക്കെ ഞാനാണ് വിശ്വസിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കാരണം ഒരു പ്രതിരോധത്തിൻ്റെ അവസ്ഥയിലാണ് ഹുദ്ഹുദ് ഉള്ളത്. കാരണം അതിശക്തമായ നിലക്കുള്ള വാണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കൊന്നുകളയും, അറുത്തുകളയും, അല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഒരു പ്രതിരോധത്തിലായിട്ടുണ്ട്. മറുപടി പറയൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുന്ന സമയമാണ് ഹുദ്ഹുദിന്. അതുകൊണ്ട് തന്നെ ഹുദ്ഹുദ് ഇപ്പം എന്തും പറയും. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഹുദ്ഹുദിൻ്റെ സംസാരങ്ങളൊക്കെ മുഴുവനായി ശ്രവിച്ചതിൻ്റെ ശേഷം പറയാണ്, പറഞ്ഞത് ഞാൻ മുഴുവൻ അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ല, ഞാനൊന്ന് പരിശോധിക്കട്ടെ. സ നൻളുറു, ആ സീൻ പ്രയോഗിക്കുന്നത് ശേഷം എന്ന ഉദ്ദേശത്തിലാണ്. അറബി ഭാഷയിൽ സീന് പ്രയോഗിക്കും, അതുപോലെ തന്നെ സൗഫയും പ്രയോഗിക്കും. കല്ല സൗഫ തഅലമൂൻ, സയഅലമൂൻ, അതൊക്കെ സീനും സൗഫയും ഒക്കെ ആ നിലക്ക് വഴിയെ ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താലോചിക്കട്ടെ? ഞാനൊന്ന് നോക്കട്ടെ. ആ സ്വദഖ്ത, നീ സത്യമാണോ പറഞ്ഞത്? ഈ പറഞ്ഞതൊക്കെ സത്യാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്വദഖ, സത്യം പറഞ്ഞു. സ്വദഖ്ത, സ്വദഖ്ത, നീ സത്യം പറഞ്ഞു, നീ സത്യം പറഞ്ഞു. സ്വദഖ്ത വ ബരിർത്താന്ന് സാധാരണ എപ്പോഴാ അത് പറയാറുള്ളത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹിയുടെ ബാങ്ക് വിളി കേൾക്കുമ്പോൾ മറുപടിയായിട്ട് സ്വദഖ്ത വ ബരിർത്ത എന്ന് പറയാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു ജവാബ് പറയാൻ ഹദീസുകളിലൊന്നും സഹീഹായി വന്നിട്ടില്ല. നമ്മളെ കൂട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെന്താ സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ പറയേണ്ടത്? അങ്ങനെ തന്നെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന്. അതേപോലെ കൂട്ടത്തിൽ സാന്ദർഭികമായി പറയട്ടെ, ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്, അഖാമഹല്ലാഹു വ അദാമഹാ എന്നൊരു ദിക്ർ ജവാബായിട്ട് പറയാറുണ്ട്. അതിനും ഹദീസുകളിൽ എന്തില്ല? തെളിവുകളൊന്നും ഇല്ല. അപ്പൊ ശരി, അത് അപ്പൊ അസ്വദഖ്ത, നീ സത്യമാണോ പറഞ്ഞത്? അം കുൻത മിനൽ കാദിബീൻ, അതോ നീ കളവ് പറയുന്നവരിൽ പെട്ടുപോയിട്ടുണ്ടോ? അം കുൻത, അതോ നീ ആയിത്തീർന്നിട്ടുണ്ടോ? മിനൽ കാദിബീൻ, കളവ് പറയുന്നവരിൽ നീ പെട്ടുപോയിട്ടുണ്ടോ എന്ന്. ഒരു പക്ഷിയോടാണ് ഒരു രാജാവ്, അത്യുന്നതമായൊരു പ്രവാചകൻ സംസാരിക്കുന്നതെങ്കിൽ പോലും വളരെ മാന്യമായ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വേറൊരു വേർഡും കൂടെ ഇതേപോലെ ഉപയോഗിക്കാം. അസ്വദഖ്ത അം കദബ്ത എന്ന് ചോദിച്ചാൽ മതി. അസ്വദഖ്ത, നീ സത്യമാണോ പറഞ്ഞത്? അം കദബ്ത, അതോ നീ കള്ളം പറഞ്ഞോ? പക്ഷെ ആ പ്രയോഗത്തിൽ ആളെ ഒരു എന്താക്കലുണ്ട്, ഒരു കള്ളനാക്കലില്ലേ? അപ്പൊ നല്ല ഭാഷ നന്നാക്കി പറയണ്. അസ്വദഖ്ത, നീ സത്യമാണോ പറഞ്ഞത്? അം കുൻത മിനൽ കാദിബീൻ, അതോ നീ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിലേറ്റ പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് ഹുദ്ഹുദിനോട് ആര് പറയുന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാം. കാദിബ്, കദബ, കളവ് പറഞ്ഞു. കാദിബ് എന്ന് പറയും കളവ് പറയുന്നവന്. കാദിബ് അതിൻ്റെ ബഹുവചന പ്രയോഗമാണ് കാദിബീൻ. ഏറ്റവും കൂടുതൽ പെരുംനുണ പറയുന്നവനെ എന്ത് പറയും? കദ്ദാബ് എന്ന് പറയും. കദ്ദാബ്. അപ്പോ ഈ ഒരു കാര്യം ഈ പറഞ്ഞതൊക്കെ എത്രമാത്രം കറക്റ്റാണ്, സത്യസന്ധാണ് എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു.